ജപ്പാൻ 50,000 ആസാമിലുള്ള സ്കിൽഡ് ജോലിക്കാരെയാണ് ജപ്പാനിലോട്ട് റിക്രൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് അനൗൺസ് ചെയ്തിരിക്കുന്ന അവിടുത്തെ മുഖ്യമന്ത്രി ഹെമന്ത് ബിശ്വ ശർമ്മയാണ്. ഏറ്റവും കൂടെ മറ്റൊരു സംഭവമുണ്ട്. സിംഗപ്പൂർ ഗവൺമെൻറ് അവിടുന്ന് ഈ വർഷം 2025 ഏകദേശം 10,000 പേര് നേഴ്സുമാരെ അവിടുന്ന് റിക്രൂട്ട് ചെയ്യാൻ പോവാം. ഇപ്പം കേരളത്തിൽ നിന്നും പല മന്ത്രിമാരും കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു സംഭവമായിട്ടുള്ള KP അനിൽകുമാർ, നേരത്തെ കോൺഗ്രസ് പാർട്ടി, അദ്ദേഹം ജപ്പാൻ വിസിറ്റ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് പറഞ്ഞു അവിടെയുള്ള റിക്രൂട്ട്മെൻ്റ് എല്ലാം ഇനി കേരളത്തിൽ നിന്നാണ് തുടങ്ങാൻ പോകുന്നത്. എൻ്റെ ചോദ്യം, ഒരു 100 പേരെയെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയോ? എന്താണ് പറഞ്ഞേക്കെന്നറിയോ ജാപ്പനീസ് ഗവൺമെൻറ്? വരാൻ പോകുന്ന 2030 വരെ ഇന്ത്യയിൽ നിന്നും അവർ റിക്രൂട്ട് ചെയ്യാൻ പോകുന്നത് ഏകദേശം 6 ലക്ഷത്തിൽ പരം ചെറുപ്പക്കാരെയാണ്. എന്താണ് സിംഗപ്പൂർ ഗവൺമെൻറ് പറയുന്നത്? അവരുടെ ടോട്ടലായിട്ടുള്ള നേഴ്സിംഗ് ഷോർട്ടേജ് എന്ന് പറയുന്നത് 2030 വരുമ്പോൾ 80,000 പേരാണ് ഉണ്ടാകുന്നത്. അതിന് ആളിനെ വേണം. അതിനവരുദ്ദേശിക്കുന്ന ആസാമിൽ നിന്നാണ് റിക്രൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താ അവർ ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ അത് ഗവൺമെൻറ് അവിടുത്തെ മെമ്മോറാണ്ടം സൈൻ ചെയ്യുക 1 വർഷം മുമ്പ്. ഇപ്പോഴേ റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സിംഗപ്പൂർ ഗവൺമെൻറ് അവിടെ നേഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾക്കായിട്ട് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാൻ പോവുക. കാരണം അവിടുത്തെ മെയിൻ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. എന്താണ് ജാപ്പനീസ് ഗവൺമെൻറ് ചെയ്യുന്നത്? ആദ്യം വരുന്നത് ഏകദേശം 20 പരം ജാപ്പനീസ് കമ്പനികൾ ആസാമിൽ വരുന്നു. ജാപ്പനീസ് ഭാഷ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അവർ സ്ഥാപിക്കാൻ പോവുകയാണ്. കാരണം ഈ എടുക്കുന്ന ചെറുപ്പക്കാർക്ക് ജാപ്പനീസ് ഭാഷ കൈകാര്യം ചെയ്യാൻ. ഇതിനകത്തൊരു സംഭവമുണ്ട്. ഞാനൊരു ഗുവാഹട്ടിയിൽ എൻ്റെ കൂടെ നേരത്തെ ജോലി ചെയ്ത ജേർണലിസ്റ്റിനോട് ചോദിച്ചു, ഇതിനകത്ത് ഇവർ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് ജാപ്പനീസ് ഗവൺമെൻറ്റും സിംഗപ്പൂർ ഗവൺമെൻറ്റും പറയുന്നത്? ജാപ്പനീസ് ഗവൺമെൻറ് പറഞ്ഞൊരു മാനദണ്ഡമുണ്ട്, അവരതിനകത്ത് മുസ്ലിങ്ങളെ കയറ്റില്ല. കേരളത്തിലെ സുഡാപ്പികൾ കേൾക്കേണ്ടതാണ് ഈ സംഭവം. കാരണം ഗവൺമെൻറ് അത് പത്രക്കുറിപ്പിൽ പറയത്തില്ലെങ്കിലും ഒരു അക്സെപ്റ്റഡ് ഫാക്ടറാണ്. കാരണം ജാപ്പനീസ് ഗവൺമെൻറ്റിന് പാകിസ്ഥാൻ്റെ അവിടെയുള്ള ആൾക്കാരും വന്നിട്ട് മറ്റുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ കുളവാക്കാൻ ശ്രമിച്ചു. അതായത് അവർ കൊണ്ടുപോകുന്ന ആൾക്കാരെ മുസ്ലിങ്ങൾ പാടില്ല, അവർക്ക് നിബന്ധനയാണ്. മനസ്സിലായിക്കോണം കേരളത്തിലെ മുസ്ലിങ്ങൾ എത്രമാത്രം ഇതായിട്ടാണ് അവിടുത്തെ ഓരോ ഫാക്ടറികളും. നിങ്ങൾക്കറിയാം ജാപ്പനീസ് കമ്പനികൾ ഫേമസ് ആണ്. ഇനി അവരുണ്ട. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഏകദേശം 5-6 ലക്ഷം പേര് അത് 2030 വരെ അവർ 30-നുള്ളിൽ ഇത്രയും പേരെ എടുക്കും. 2030 ഏകദേശം 8 ലക്ഷത്തോളം വേക്കൻസികളാണ് വരുന്നത്. കാരണം എന്താ? ഇപ്പം ജോലി ചെയ്യുന്നവരുടെ ഏജിങ് ആയി. അപ്പോൾ അവിടെ പുതിയ ഫെർട്ടിലിറ്റിയുടെ മറ്റു ഇഷ്യൂ ആയിട്ട്, കാരണം ആൾക്കാർക്ക് കുട്ടികളെ താല്പര്യമില്ലാത്തതിൻ്റെ പേരിൽ അവിടെ ജനസംഖ്യ ഉണ്ടാവുന്നില്ല. ഷോർട്ടേജാണ് ഇത്രയും. ഹോട്ടൽ ഇൻഡസ്ട്രി, മെഡിക്കൽ ഹോസ്പിറ്റല്, അതേപോലെ തന്നെ ഫാക്ടറികളിൽ ജോലി ചെയ്യാൻ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കാറുകളും മറ്റുള്ള സംഭവം, അവിടെ ജോലി ചെയ്യാൻ ആളിനെ കിട്ടുന്നില്ല അവിടെയുള്ള ആൾക്കാരെ. അതിൻ്റെ മേലെ ഒരു പലതും മാറ്റാൻ പോവുകയാണ്, പല നിയമങ്ങളും. ഇപ്പോൾ ഇവിടുന്ന് റിക്രൂട്ട് ചെയ്യുന്ന ഒരാൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് 1 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് വേറൊരു കമ്പനിയിൽ പോകണമെങ്കിൽ അവർക്ക് പോകാം. അതിന് വരെ പ്രശ്നമൊന്നുമില്ല. കാരണം അങ്ങനെ നിയമം നേരത്തെ ഉണ്ട്, അത് മാറ്റുകയാണ്. അതേപോലെ തന്നെ അവിടെ ജോലി ചെയ്യാൻ വരുന്നവർക്ക് ഫെസിലിറ്റീസ് അവർ വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും. കാരണം അമേരിക്ക, യൂറോപ്പ് പോലെ ആ രീതിയിലാക്കുകയാണ്. കാരണം ജപ്പാൻ ആൾക്കാരെ വേണം. അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ഇന്ത്യയെ പോലെ രാജ്യത്തെ പറ്റുകയുള്ളൂ. അവർക്കൊരു ഇസ്ലാമിക രാജ്യത്ത് പോകാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യൻ ടാലൻ്റാണ്. ഇവിടെയൊക്കെ താങ്ക്സ് പറയേണ്ടത് നരേന്ദ്രമോദി ഗവൺമെൻറ് കൊണ്ടുവന്ന സ്കിൽ ഡെവലപ്മെൻറ്റ്. അതിനാണ് സക്സസ് ആയത്. ആ സക്സസ് റേറ്റിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും, കാരണം നിങ്ങൾ നോക്കുക, സെമി കണ്ടക്ടർ 3ഓളം വലിയ ഫാക്ടറികളും പ്ലാന്റുകളുമാണ് ആസാമിൽ വരുന്നത്, ഗുവാഹട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പം അതിന് ചെറുപ്പക്കാരെ തയ്യാറെടുക്കുകയാണ്. കേരളത്തിൽ ആ തയ്യാറെടുപ്പ് ഉണ്ടാകാൻ സാധിച്ചിട്ടുണ്ടോ? ഇനി തായ്വാൻ്റെ ഇഷ്യൂലോട്ട് നോക്കാം. തായ്വാനിൽ ഭയങ്കരമായിട്ട് നേഴ്സിംഗ് ടെക്നിക്കൽ ഷോർട്ടേജാണ്. കാരണം ഓരോ രാജ്യത്തിനും ഓരോ പ്രശ്നങ്ങളുണ്ട്, അവർക്കും ആളിനെ വേണം. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ, ഞാൻ ഡാറ്റ എടുത്ത് പറയുമ്പോൾ, പല വാർത്തകൾ വന്ന് പറയുമ്പോൾ
കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി, ഇവിടുത്തെ പാർട്ടിയും പൊളിറ്റിക്കൽ പാർട്ടീസും ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യേണ്ടതാണ്. എവിടെയാണ് നമ്മുടെ ഈ ആൾക്കാർക്ക് ജോലി കൊടുക്കാനുള്ള പ്ലാറ്റ്ഫോം? ഇപ്പം എല്ലാവരുടെയും ഒരു ധാരണ എന്താണ്? ഗൾഫ് അല്ലെങ്കിൽ അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്പ്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ സിംഗപ്പൂരും ഈ ജപ്പാനും തായ്വാനും എന്നൊക്കെ പറഞ്ഞ രാജ്യത്ത് അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ ജീവിത രീതി എന്ന് പറയുന്നത് യൂറോപ്യൻ സ്റ്റാൻഡേർഡിനേക്കാളും മികച്ചതാണ്. കാരണം ഈ രാജ്യങ്ങളൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അവർ ഗവൺമെൻറ് എല്ലാ ഫ്രീഡവും കൊടുക്കുന്നുണ്ട്, ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്, ജോബിൻ്റെ സെക്യൂരിറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ അലഞ്ഞു തിരിയേണ്ട ആവശ്യമില്ല. അതേപോലെ ഈ ലേബർ ക്യാമ്പിൽ പോയി കിടക്കേണ്ട സംഭവമൊന്നുമില്ല. കാരണം അവരേത് രീതിയിൽ താമസിക്കുന്നു ആ രീതിയിൽ നിങ്ങൾക്ക് താമസിക്കാം. അതാണ് ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത. എന്തുകൊണ്ടാണ് ഇവർ മുസ്ലിങ്ങളെ കയറ്റാത്ത? അവിടെ ചെന്ന് അലമ്പാക്കുമാർ, അവിടെ ചെന്ന് ആ രാജ്യത്തെ ഇസ്ലാമിക രാജ്യമാക്കാൻ. കാരണം നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ജപ്പാനുമായിട്ട് ബന്ധപ്പെട്ട്. അവിടെ പാകിസ്ഥാനികൾക്ക് അവർക്ക് പ്രത്യേക ലോ ഉണ്ടാക്കണം, അവർക്ക് ശരിയ ലോ ഉണ്ടാക്കണം, അവർക്ക് മറ്റുള്ള ഫ്രീഡങ്ങൾ വേണം. അതുകൊണ്ട് ജാപ്പനീസ് ഗവൺമെൻറ് അവിടെ ഒത്തിരി പേരെ പാക്ക് ചെയ്തു. അതിൻ്റെ പേരിലാണ് അത് കേരളത്തിലുള്ള മുസ്ലിങ്ങളെയും ബാധിക്കുക. ഇനി എന്താണ് ഉണ്ടാകുന്നത്? ഇത്രയും സംഭവം ഉണ്ടായിട്ട് പോലും, അതായത് ഈ MOU സൈൻ ചെയ്തേക്കുന്ന ഏകദേശം 1 വർഷം മുമ്പാണ് ജാപ്പനീസ് ഗവൺമെൻറ്റുമായിട്ട് സിംഗപ്പൂർ ഗവൺമെൻറ്റുമായിട്ട്. കേരളത്തിലാണ് ഏറ്റവും സ്മാർട്ടായിട്ടുള്ള നേഴ്സസ് ഉള്ളത്, ജോലിയില്ലാത്ത ആൾക്കാർ, ഏറ്റവും മിടുക്കര. പക്ഷേ ഇവിടുത്തെ ഗവൺമെൻറ് അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ അറിയത്തില്ല. എവിടേക്ക് ഇതുണ്ട്, എവിടൊക്കെയാണ് ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ഏറ്റവും മിടുക്കരാണ് കേരളത്തിലെ നേഴ്സസിന്, സംശയമില്ലാത്ത കാര്യം. പക്ഷെ ഓപ്പർച്യൂണിറ്റി എന്താ? ഇതിനെപ്പറ്റി അറിയുവാൻ ആൾക്കാർക്കുള്ള സാഹചര്യമില്ല. അതിനുവേണ്ടി ഗവൺമെൻറ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നോർക്കാതെ ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് ഞാൻ വീണ്ടും പറയാം, കേരളം എന്ന് പറയുന്നത് യൂസ്ലെസ് ആണ് ഗവൺമെൻറ് കാണിക്കുന്നത്. ഇവർ മനസ്സിലാക്കേണ്ടതാണ്, ഫോർകാസ്റ്റ് ചെയ്യണം എന്താണ് ലോകത്തുണ്ടാകാൻ പോകുന്ന ജോലി അവസരങ്ങൾ. അപ്പോൾ ഈ പറയുന്ന ഏഷ്യൻ രാജ്യങ്ങളിൽ ഇതേപോലെ ഓപ്പണിങ്സ് ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും കേരളത്തിന് പൊട്ടൻഷ്യലായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ട്. ഇപ്പം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അതിന് പറ്റിയ സ്കിൽഡായിട്ടുള്ള, ഇപ്പോൾ ഹോട്ടൽ മാനേജ്മെൻ്റ് ആണെങ്കിൽ മറ്റുള്ള സ്കിൽഡായ ടെക്നിക്കൽ, ഇതിനൊക്കെ കേരള ഗവൺമെൻറ്റാണ് താല്പര്യം എടുക്കേണ്ടത്. ഈ പറയുന്ന ചെറുപ്പക്കാരെ മുഴുവൻ സ്കിൽഡാക്കി മാറ്റണം, അവർ കോമ്പറ്റീറ്റീവ് ആക്കണം, അവരെ ലാംഗ്വേജ് പഠിപ്പിക്കണം. അവർക്ക് ജാപ്പനീസ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും പ്രൊഫഷൻസി ഓഫ് ടോക്കിംഗ്, അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കണം. ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ പ്രാഥമികമായ കാര്യങ്ങളാണ്. അതുപോലും നോക്കത്തില്ല. കാരണം ഒരു പോട്ടൻ മന്ത്രി, ഒരു പൊട്ടി മന്ത്രി, അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തൊന്നുമില്ല. അവർക്ക് എന്ത് ജപ്പാൻ, അവിടെ പോകുന്നു, ജാപ്പനീസ് ആഹാരം കഴിക്കുന്നു, അവിടെ 2 മലയാളിയും കാണുന്നു, 2 വെള്ളം അടിക്കുന്നു, തിരിച്ചു വരുന്നു. ഇതാണ് കേരളത്തിൽ നിന്ന് പോകുന്ന പല ആൾക്കാരും, പൊളിറ്റീഷ്യൻസ്, പവറിലുള്ളവർ വിദേശ രാജ്യങ്ങളിൽ പോയി ചെയ്യുന്നത്. ഇതിനൊരു ഗിഫ്റ്റും മേടിച്ചുകൊണ്ട് വരും. അതല്ല ഫാമിലി ഗിഫ്റ്റുകളാണ്. ഇപ്പം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഫർദർ വീഡിയോ ചെയ്യാൻ തരാം, എവിടെയൊക്കെയാണ് ഈ ജോബ് ഓപ്പർച്യൂണിറ്റി ഓപ്പണിങ് ആവുന്നത്. കാരണം ആലോചിച്ച് നോക്കുക, ആസാമിൽ അതുമല്ല ഇനി ഉണ്ടാകാൻ പോകുന്നത്, വരാൻ പോകുന്ന 2030 വരെ ഏകദേശം 5-6 ലക്ഷം പേരെ ജപ്പാൻ അവിടുത്തെ കമ്പനികൾ ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാൻ പോവുക. അപ്പോൾ വലിയൊരു ഓപ്പണിംഗ് ഉണ്ടാവുക. അത് ക്യാപ്ചർ ചെയ്യാന്നുള്ളത് നമ്മുടെ ഓരോ സ്റ്റേറ്റുകളുടെ ഉത്തരവാദിത്തമാണ്. ഉറപ്പായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റാണ് ടൂളായിട്ട് നിന്ന് അത് ഗവൺമെൻറ് സ്റ്റേറ്റുമായിട്ട് ചെയ്തു കൊടുത്തത്. ഇതേപോലെ 24 മണിക്കൂർ സെൻട്രൽ ഗവൺമെൻറ്റിനെ തെളിവിളിക്കാതെ ഇവിടെയുള്ള ചെറുപ്പക്കാർക്കുള്ള ഓപ്പണിംഗ് ഓപ്പർച്യൂണിറ്റിയും പരിപാടികളും ഒപ്പിച്ചു കൊടുക്കുകയാണ് സ്റ്റേറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനകത്ത് മുഴുവനും ഫെയിലിയറാണ്. എല്ലാ വർഷവും ഇവിടുത്തെ നേതാക്കന്മാർ ദുബായി പോകാറുണ്ട്, പലർക്കും അവിടെ കച്ചവടമുണ്ടെന്ന് ഞാൻ അറിഞ്ഞ്. അതാണ് ഇവരുടെ മെയിൻ അജണ്ട. അതായത് മനസ്സിലാക്കട്ടെ, കാരണം നമ്മൾ എന്ത് പറയാൻ, ആനന്ദ് ബിശ്വാസ് ശർമ്മ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരനകത്ത് BJP ചേർന്നു. അയാൾക്ക് അവിടുത്തെ ജനങ്ങളുമായിട്ട് അവരെ രക്ഷപ്പെടുത്തണം എന്നുള്ള സംഭവമാണ്. ഇന്ന് എത്രയോ ആസാമികൾ കേരളത്തിൽ ജോലിക്ക് വരുന്നു. ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ സംഭവങ്ങളെല്ലാം കൂടെ ഈ ജപ്പാനിലും മറ്റുള്ള രാജ്യങ്ങളോട്ട് പോകുമ്പോൾ ഇവിടെ ജോലിയുടെ കാര്യമല്ല കഷ്ടം, കേരളത്തിൻ്റെ ചെറുപ്പക്കാരെവിടെ ജോലിക്ക് പോകും? മുഴുവൻ പേര് ഇങ്ങനെ കയ്യെ കെട്ടി വരുന്നു, ഫ്ലൈറ്റേ വരുന്നു. അതിനെപ്പറ്റി ഭയങ്കര പ്രതിഷേധം നടത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എന്നാൽ അവർക്ക് ഓപ്ഷൻ പറഞ്ഞു കൊടുക്കുക, എവിടെ പോകണം, എവിടെ പോയി ജോലി ചെയ്യാം, എവിടെ പോയി ജീവിക്കാം. ഇവിടെ പ്രതിഷേധവും കമ്മ്യൂണിസവും സുഡാപ്പിസവും മാത്രമാണ് പറയുന്നത്. ചെറുപ്പക്കാരിൽ പൊട്ടൻഷ്യലായിട്ടുള്ള പല മേഖലയുണ്ട്, ലോകത്ത് പല മേഖലയുണ്ട്. അത് കണ്ടുപിടിക്കാനാണ് ശ്രമിക്കേണ്ടത്.
ഇപ്പം ഇതേപോലെയുള്ള സംഭവം വീഡിയോ ഒക്കെ ഞാൻ തരാം. കാരണം ഇതിൻ്റെ ഡേറ്റ ഒക്കെ എടുത്തിട്ട് ഏതൊക്കെ രാജ്യത്താണ് നേഴ്സസിന് ആവശ്യമുള്ളത് അവർ. കാരണം ഈ സിംഗപ്പൂർ ആണെങ്കിലും തായ്വാണെങ്കിൽ അവർക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ദുബായിൽ കിട്ടുന്ന സാലറിയേക്കാളും കൂടുതലാണ് നേഴ്സസിൻ്റെ. ഹോസ്പിറ്റാലിറ്റിയും ടെക്നോളജി ആ ഇൻഡസ്ട്രിയിലും ഹൈ സാലറി, യൂറോപ്പിനേക്കാളും കൂടുതലാണ് അവർ കൊടുക്കുന്നത് സാലറി. പക്ഷെ അവിടെയൊക്കെ ടാക്സ് ഉണ്ട്. പക്ഷെ ദുബായ് എന്ന് പറയും മിഡിൽ ഈസ്റ്റിൽ ടാക്സ് കുറവാണ്. പക്ഷേ ഈ രാജ്യങ്ങളിലൊക്കെ ടാക്സ് ഉണ്ട്. കാരണം ടാക്സ് കൊടുത്തേ മതിയാവത്തില്ല. അപ്പോൾ അതുമായിട്ടൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ലൈഫ് സ്റ്റൈലും മറ്റുള്ള പേഴ്സ്, മറ്റുള്ള സംഭവം ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ദുബായേക്കാളും മിഡിൽ ഈസ്റ്റിനേക്കാളും വളരെ വളരെ വലിയ സംഭവമായത്. കാരണം അവിടെ ഈ പറയുന്ന സ്വാതന്ത്ര്യമൊന്നും സൗദിയിലാണെങ്കിലും മറ്റു സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ ജീവിതം മാറും, സാഹചര്യം മാറും, കുട്ടികളെ വളർത്തുവാനുള്ള എല്ലാ ഫെസിലിറ്റീസും ആ രാജ്യങ്ങൾ ഒപ്പിച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം ജപ്പാൻ പല റിഫോംസിലോട്ട് പോവുകയാണ്. അവിടെ ജോലിക്ക് വരുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അവരാലോചിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ, ഏകദേശം 2, 3, 4 വർഷം കഴിയുമ്പോൾ അവരൊരു ബില്ല് കൊണ്ടുവരികയാണ്. കാരണം വിദേശത്തു നിന്ന് വന്ന് അവിടെ ജോലി ചെയ്ത് 10 വർഷം കഴിയുന്ന ഒരാൾക്ക് എങ്ങനെ സിറ്റിസൺഷിപ്പ് കൊടുക്കാം, ഇതിനെപ്പറ്റി സീരിയസ് ആയിട്ട് അവർ ഡിസ്കസ് ചെയ്യും. അതായത് ജപ്പാൻ എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടാകാൻ പോവുകയാണ് ലോകത്ത്. അതിനകത്ത് ആദ്യം ഒരു ഇന്ത്യക്കാണ് ഈ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത്. അതാണ് പ്രാധാന്യം. അത് ക്യാപ്ചർ ചെയ്യാൻ കേരളത്തിലെ പൊളിറ്റീഷ്യൻസിനെ ഇവിടെ ഭരിക്കുന്നവർക്കോ കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് ആസാം ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഇസ്രായേലിലോട്ട് ആൾക്കാർ പോയത് എല്ലാവരും എടുത്തേക്കുന്ന ഗവൺമെൻറ് ടു ഗവൺമെൻറ് ആണ്. UP നിന്ന് എടുത്തു, രാജസ്ഥാനിൽ നിന്ന് എടുത്തു, കേരളത്തിൽ നിന്ന് ഒരുത്തരെ പോലും എടുത്തില്ല. കാരണം കേരളം എന്ന് പറയുന്നത് ഹവാസിന് അനുകൂലമാണ്. പഠിച്ചോണം ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. ഇത് ലോകത്ത് മുഴുവനെ റിഫ്ലക്റ്റ് ചെയ്യും. അതിൻ്റെ പ്രതിഫലനമാണ് ജപ്പാൻ ഒറ്റ മുസ്ലിംസിനെ ഇങ്ങോട്ട് വേണ്ട, ഞങ്ങൾക്ക് മറ്റുള്ളവരെ മതി, അത് ഞങ്ങൾ വന്ന് പഠിപ്പിച്ച് അവരെ എടുത്തോളാം, ഞങ്ങൾ ഇത്രയും പേരെ ജോലിക്ക് കൊണ്ടുപോകാൻ തയ്യാറാണ്, അവരുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം. ഇതാണ് ഹമാസിന് ജയ് വിളിച്ചവനും ഹമാസിൻ്റെ ജയ് വിളിച്ച ഇടതുപക്ഷ ബുദ്ധിജീവികൾക്കും മനസ്സിലാക്കുക, നിന്നെയൊന്നും ആർക്കും വേണ്ട. ആ ഒരു ലോകമാണ് ഇനിയും വരാൻ പോകുന്നത്.